ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തന്നെയാണ്. മുൻപ് പ്രസവിച്ചിട്ട് 10 മാസം ഏറ്റി ചുമന്ന് പ്രസവ വേദനയും അറിഞ്ഞു. എന്നിട്ട് ആ കുഞ്ഞിന് എന്തിനാണ് നിങ്ങളിങ്ങനെ തെരുവിൽ കൊണ്ട് വലിച്ചെറിയണത്? എനിക്ക് അറിയാഞ്ഞിട്ട് ചോദിക്കണേ. ഇപ്പം നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ കേരളത്തിൽ ഇത് നടന്നു. ഇപ്പം ഞാൻ കാണിക്കുന്ന വീഡിയോ എവിടെയാണ് സ്ഥലമെന്നോ ആരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. ഒരു ചേച്ചി, ട്രാൻസ്ജെൻഡർ ചേച്ചിയാണ്. ആ ചേച്ചി പിന്നെ തമിഴിൽ പറയുന്നത് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് രാവിലെ പ്രസവിച്ചതാണ്. നോക്ക്, അവിടുത്തെ മാവ് പോലും പോയിട്ടില്ല. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? നായയോ പൂച്ചയോ എന്തെങ്കിലും കടിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കയറിയിട്ടുണ്ടെങ്കിലോ ആ കുഞ്ഞിൻ്റെ ജീവൻ തന്നെ അപകടമായില്ലേ എന്ന് ആ പാവം അതിന് പ്രസവിക്കാൻ കഴിയില്ല. ആ ഒരു ചേച്ചിക്ക് പ്രസവിക്കാൻ കഴിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കുഞ്ഞും ഇല്ലാണ്ട് എത്ര ആളുകളാണ് ഇവിടെ പിന്നെ നോമ്പ് നോറ്റിട്ടും ദൈവത്തിന് വേണ്ടി എന്താ പറയുക ഒരുപാട് നേർച്ചകൾ നേർന്നിട്ടും തൊട്ടിൽ കെട്ടിയിട്ടും ഒക്കെ ജീവിക്കുന്ന നിങ്ങൾക്കറിയോ? എന്നിട്ട് നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ തന്നിട്ട് ആ കുഞ്ഞിനെ എതുക്ക് നീങ്ക ഇപ്പിടി செய்கிறாங்க எனக்கு தெரியல. ഇത് തമിഴിലെ വീഡിയോ ആയതുകൊണ്ട് ആണ് ഞാൻ തമിഴിൽ പേசுறது. ഇതൊരു തമിഴ്നാട്ടിൽ നടന്ന കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ നടന്നു. കോളേജിൽ പഠിക്കാൻ പോയി കാമുകനൊത്ത് സല്ലപിച്ചു. അവസാനം 9 മാസം അവൾ ആ കുഞ്ഞിനെ ചുമന്നു. എന്നിട്ട് അവളുടെ ഒരു കാര്യം പ്രസവ വേദന എന്താണെന്ന് പോലും ഇത്ര സില്ലി ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അവൾക്ക്. എന്നിട്ട് ആ കുഞ്ഞിനെ എടുത്ത് വലിച്ചെറിയുന്നു. ഇതെന്താ? അത് ഭക്ഷണത്തിൽ വീണ ഇലയോ അല്ലെങ്കിൽ കറിവേപ്പിലയോ ഇലയെ വലിച്ചെറിയുന്ന ലാഘവത്തോടു കൂടിയാണ് ഒരു ജീവനെ പുറത്ത് വലിച്ചെറിയുന്നത്. ഈ സമൂഹവും ഇവിടുത്തെ ആളുകളും എവിടേക്കാണ് പോകുന്നതെന്നറിയില്ല. ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഞാൻ പറയുന്നില്ല, അത്രത്തോളം എനിക്ക് വരുന്നുണ്ട്. ഒരു ആണിൻ്റെ കൂടെ കഴിഞ്ഞിട്ട് ആ ആണും ഇതിന് ഉത്തരവാദി തന്നെയാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരും ഈ കുഞ്ഞിനെ കളയുക എന്ന് പറയുമ്പോൾ അതിനെക്കാട്ടി നല്ലത് എന്താണെന്നറിയോ? നിങ്ങൾ ഒരുമിച്ച് ചേരാതിരിക്കുന്നതാണ്. മനസ്സിലായില്ലേ? എന്തെല്ലാം കാര്യങ്ങളുണ്ട്. എന്തിനാണ് നിങ്ങളിങ്ങനെ പച്ചക്കുട്ടികളെ ഇങ്ങനെ വലിച്ചെറിയണത്? പാപം എന്തിനാ വലിച്ചു കയറ്റണത്? കഷ്ടം. ഇത് ഇപ്പോൾ അവരുടെ കൺമുന്നിൽ കണ്ടപ്പോൾ ആ കുഞ്ഞിനെ ജീവനോടെ കിട്ടി. ഇല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഒരു കോളേജ് കുമാരി കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് പിന്നെ ഏതാണ് ഫ്ലിപ്കാർട്ടിൻ്റെയോ ഏതിൻ്റെയോ പിന്നെ കവറിൽ പൊതിഞ്ഞ് കെട്ടി വെച്ചത് കണ്ടില്ലേ? അതുപോലെ ആവേണ്ടതായിരുന്നു ഈ കുഞ്ഞ്. ഭാഗ്യം ആ കുഞ്ഞിന് ആയുസ് ഗട്ടി എന്ന് പറയില്ലേ, അതാണ്. എന്തായാലും ഇങ്ങനെയൊന്നും ചെയ്യരുത് ദയവ് ചെയ്തിട്ട്. ഒരു സ്നേഹം എന്ന് പറയുന്നത് ഈ ശാരീരിക ബന്ധം മാത്രമല്ല, അതുക്കും അപ്പുറത്തുണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊക്കെ എന്നാണ് മനസ്സിലാക്കുക എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.